ഹലോ, നമുക്ക് ഇന്ന് കുറച്ച് ബീഫ് നൂഡിൽസ് ഉണ്ടാക്കിയാലോ. ഒരു സവോള, 2 ക്യാരറ്റ്, ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇത്രയും സാധനമാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഈ അരിഞ്ഞു വെച്ച സാധനം എല്ലാം കൂടി തട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാവേ. തക്കാളി ഇത് കുറച്ച് വരണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നുള്ളൂ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന പൊടികൾക്ക് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന പോലായിരുന്നു ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. പക്ഷേ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ കുറച്ച് ഇതിലെ മെയിൻ സാധനമാണ് മസാലപ്പൊടി. അത് ഞാൻ കറക്റ്റ് ഈ ഒരു കുഞ്ഞ് സ്പൂണിൽ 1 സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സ്പൂണ്. പാക്കറ്റിൽ മാഗി മസാല അല്ലാണ്ട് വേറെ ഒരു എക്സ്ട്രാ മസാലയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മുട്ട എൻ്റെ കയ്യിലുള്ളായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. 2 മുട്ട ഉണ്ടെങ്കിൽ അത്രയും നല്ല. മാഗി മസാലയും മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് ഈ ഒരു രീതിയിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ 2 മാഗി മുങ്ങിക്കിടക്കാൻ രീതിയിലുള്ള വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒരുപാട് അങ്ങ് കൂടിപ്പോകരുത്. ഈ മാഗി നന്നായിട്ട് അങ്ങ് വെന്ത് പോകും. വെന്ത് പോയി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കി ഈ മാഗിയിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മുടെ മാഗി ഇവിടെ റെഡി ആയി കഴിഞ്ഞ്